ശമ്പളം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. അവർക്കെതിരെ കേസെടുത്തിരുന്നു. ഈ കേസെടുത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മഞ്ചേരിയിൽ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ താൽക്കാലിക ജീവനക്കാർ, ദിവസവേതനക്കാർ അവരുടെ ശമ്പളം മുടങ്ങിയപ്പോൾ അവരുടെ ആകുലത മന്ത്രിയോടൊന്ന് തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞവർക്കെതിരെ കേസുണ്ട്, പക്ഷേ ശമ്പളം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചെയ്യുന്നത്. വിപിൻ, ഒരു വല്ലാത്ത കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായ പ്രതിഷേധമുണ്ടാകും. എന്താണ് പ്രതിഷേധത്തിന്റെ സ്വഭാവം? പ്രതിഷേധം ഇതാ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു. അകത്തേക്ക് കയറാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ശ്രമിക്കുകയും പോലീസ് ഒരു വലയം തീർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ പ്രതിരോധിക്കുകയും ചെയ്യുകയാണ്. ഒരു ഉന്തും തള്ളും സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കേസ് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ആരോഗ്യമന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയത്. ഈ സമയത്ത് നിരവധി നിവേദനങ്ങൾ മന്ത്രിക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. മന്ത്രിക്ക് നൽകാനായിട്ടും ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് 2 മാസമായിട്ട് ശമ്പളം ലഭിച്ചിട്ടില്ല. ഏകദേശം 500ഓളം താൽക്കാലിക ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 200ഓളം പേർക്ക് ശമ്പളം ഇനിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു കണ്ണീര്. അവർക്ക് അതായിരുന്നു മന്ത്രിയോട് പറയാനുണ്ടായിരുന്നത്. അത് പറയുന്നതിനിടയിൽ തന്നെ അവിടെ CPM പ്രവർത്തകരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തടയാൻ ശ്രമിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു വലിയ ബഹളത്തിലൊക്കെ കലാശിക്കുകയും ചെയ്തു. മന്ത്രി അങ്ങനെ വാഹനത്തിൽ കയറി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രിൻസിപ്പാളുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. മഞ്ചേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സംഘം ചേർന്ന് അന്യായമായി സംഘം ചേർന്നു, ഒപ്പം തന്നെ ഈ ഒരു സംഘർഷ സാധ്യത അവിടെ ഉണ്ടാക്കി എന്നീ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശമ്പളവുമില്ല, 2 മാസമായി ശമ്പളവുമില്ല, അതിന്റെ പുറമെ കേസ് നടത്തണം എന്നുള്ള അവസ്ഥയിലേക്ക് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാർ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു കാര്യം. അപ്പോൾ ആ കേസ് എടുത്തപ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒക്കെ പ്രധാനമായും പ്രതിപക്ഷം പറയുന്നത് ആ സമയത്ത് അവിടെ CPM പ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോർവിളിയൊക്കെ ആ സമയത്ത് ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ CPM പ്രവർത്തകർക്കെതിരെ ഒന്നും കേസില്ല, ഈ താൽക്കാലിക ജീവനക്കാർക്കെതിരെ മാത്രം ഇവിടെ കേസെടുത്തു എന്നുള്ളത് കൂടി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വരികയും പോലീസ് അത് തടുക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഉന്തും തള്ളും ആണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ, ഈ കേസ് പിൻവലിക്കണം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കൂടിയാണ് ഈ പ്രതിഷേധക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷക സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണുന്നത് അന്നേ ദിവസം ഈ പറഞ്ഞതുപോലെ ഈ കേസെടുക്കാൻ കാരണമായെന്ന് പോലീസ് പറയുന്ന പ്രിൻസിപ്പൽ പരാതി കൊടുത്ത സംഭവമാണ്. വീണ ജോർജിനോട്, മന്ത്രിയോട് അവരുടെ ശമ്പളം, ന്യായമായ ശമ്പളം അത് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം പ്രതിഷേധങ്ങൾ ഏറെ കാണേണ്ടവരാണ് മന്ത്രിമാർ. ഈ പ്രതിഷേധമാണ് ആ പ്രിൻസിപ്പലിനെ പ്രകോപിതനാക്കിയത്. പ്രിൻസിപ്പലിന്റെ സ്വയം തീരുമാനമാണോ പരാതി കൊടുക്കാൻ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 2-2.5 മാസത്തോളം ജോലിയെടുത്ത് അന്നുള്ള ദിവസവേതനം കൊണ്ട് കുടുംബത്തിന് അന്നം നൽകുന്ന സാധാരണക്കാരന് പണമില്ലെങ്കിൽ ജീവിക്കാനാകില്ല. അതാവശ്യപ്പെട്ട് സ്വാഭാവികമായി പ്രതിഷേധിക്കും. ആ പ്രതിഷേധിച്ചവർക്കെതിരാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിപിൻ സി വിജയൻ പറഞ്ഞതുപോലെ തന്നെ ശമ്പളവുമില്ല, ശമ്പളമില്ലാത്തതിന്റെ കൂട്ടത്തിൽ ഒരു പോലീസ് കേസ് കൂടി. എന്തായാലും ഈ പറഞ്ഞ വർക്കിംഗ് ക്ലാസിന്റെ വിഷമം, സങ്കടം അത് ചിലപ്പോഴൊക്കെ റൂളിംഗ് ക്ലാസിന് മനസ്സിലാകാതെ വരും. അതിന്റെ കൂടി കാരണമായിരിക്കും ഈ കേസെടുത്തത് നമുക്ക് തൽക്കാലം അനുമാനിക്കാം. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.